കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ സ്തംഭിച്ച നിലയിലാണെന്ന് UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു. ആശുപത്രിയിൽ ഓർത്തോ ഡോക്ടർ അടക്കമുള്ള ഡോക്ടർമാരുടെ സേവനമില്ലാതായിട്ട് നാളുകളായി. കോതമംഗലം ഗവൺമെന്റ് ആശുപത്രി മറ്റ് ആശുപത്രികൾക്ക് രോഗികളെ കൈമാറുന്ന റഫറൽ ആശുപത്രിയായി അധപ്പതിച്ചിരിക്കുകയാണെന്നും ഷിബു തെക്കുംപുറം ആരോപിച്ചു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമായ നിയമങ്ങൾ സർക്കാരിനും മുനിസിപ്പാലിറ്റിക്കും ബാധകമാകില്ലേ എന്നും ഷിബു തെക്കുംപുറം ചോദിച്ചു. നാട്ടിലെമ്പാടുമുള്ള നിരവധി സ്വകാര്യ ആശുപത്രികൾ നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തുന്നത് നൽകി വരുന്ന സേവനം നിർത്തലാക്കിയിട്ടല്ല. വികസനത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുന്നത് തികച്ചും നീചവും മനുഷ്യത്വരഹിതവുമാണ്. ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച് ജനങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കുകയും നടന്നിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ട ലംഘനത്തെക്കുറിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും UDF ജില്ലാ കൺവീനർ പറഞ്ഞു. ജനങ്ങൾക്ക് ചികിത്സ നിഷേധിച്ച അവസ്ഥയാണ് കോതമംഗലത്ത് ഉള്ളത്. ഇവിടെ എന്ത് വികസനത്തിന്റെ പേരിലാണോ ഈ ചികിത്സ നിഷേധിക്കപ്പെട്ടത്? നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമുക്കറിയാം, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ ഉള്ള സൗകര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ആശുപത്രിക്കുണ്ട്. സ്വകാര്യ ആശുപത്രികളടക്കം നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തുമ്പോഴും ചികിത്സകൾ കൂടി തുടരുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ രോഗികൾക്ക് ചികിത്സ നിഷേധിച്ചുകൊണ്ടാണ് താലൂക്ക് ആശുപത്രി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ വിവിധ രോഗങ്ങളായിട്ട് വരുന്നവർക്ക് ഒരു ചികിത്സയും നൽകുന്നില്ല എന്ന് മാത്രമല്ല, മറ്റ് ആശുപത്രിയിലേക്ക് പറഞ്ഞുവിടുന്ന റഫറൽ ആശുപത്രിയായി കോതമംഗലത്തെ താലൂക്ക് ആശുപത്രി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുന്ന, ഡോക്ടർമാരില്ലാത്ത വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ പോകുന്ന സാഹചര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. ആശുപത്രിയുടെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സർക്കാരിന് ബാധകമല്ല ഈ നിയമങ്ങളെല്ലാം. അതുകൊണ്ട് നിയമങ്ങൾ കാറ്റിൽ പരത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുന്ന, ഡോക്ടർമാരില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ ആശുപത്രി എത്തിച്ചത് കോതമംഗലത്തെ MLA-യുടെയും മുനിസിപ്പൽ കമ്മിറ്റിയുടെയും നിരുത്തരവാദപരമായ പ്രവർത്തനം കൊണ്ടാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.